എനിക്കൊരു സിസ്റ്ററുണ്ട്. ആൾ സംസാരിക്കില്ല, ചെവി കേൾക്കില്ല. നിങ്ങളുടെ വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ചോദിച്ചാൽ അറിയുമായിരിക്കും എൻ്റെ സിസ്റ്ററെ. അവൾ ഓൾ കേരള വുമൺസ് അസോസിയേഷൻ്റെ പ്രസിഡൻറ്റോ അങ്ങനെ എന്തൊക്കെയോ ആണ്. ഇവരുടെ സംസാരിക്കാത്തവരുടെ. ആൾ ടീച്ചറാണ്, കോളേജ് ലെക്ചറാണ്. പിന്നെ പ്രൈവറ്റ് സ്കൂളിലാട്ടോ, പള്ളിക്കുന്നാണെന്ന് തോന്നുന്നു, മലപ്പുറം. ഞാൻ പോയിട്ടില്ല, എനിക്കറിയാം. സ്ഥലം പള്ളിക്കുന്നാണ്, മലപ്പുറം ആണെന്നറിയാം. ഹസ്ബൻഡും ടീച്ചറാണ്. പിന്നെ കുറേ PSC ടെസ്റ്റ് എഴുതി, പക്ഷേങ്കിൽ എന്തോ ലക്കില്ല, ആൾക്ക് എക്സാം എഴുതി കിട്ടിയില്ല. പക്ഷേങ്കിൽ പ്രൈവറ്റ് സ്കൂളിൽ പോകുന്നുണ്ട്. 25 ഇപ്പം 3-ാം റാങ്കാണ്. ഇതിന് മുന്നേ 1-ാം റാങ്കായിരുന്നു PSCക്ക്, പക്ഷേങ്കിൽ കിട്ടിയില്ല. 23 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തെന്നാണ് പറയുന്നത്. 23 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പക്ഷേ ഒരു ജോലി പോലും, പ്രൈവറ്റ് ജോലി അല്ല, ഗവൺമെൻറ് ജോലി കിട്ടിയില്ല. പാവം, ഗവൺമെൻറ് എംപ്ലോയി ആവാനായിട്ട് ഇങ്ങനെ എക്സാം എഴുതിക്കൊണ്ടേയിരിക്കുന്നു PSC. പിന്നെ ഭയങ്കര ഇതാട്ടോ, എൻ്റെ മാതിരിയൊന്നുമല്ല. ഞാൻ പറയില്ല, എനിക്കങ്ങനെ എല്ലായിടും പോകാനൊക്കെ ഭയങ്കര പേടിയാട്ടോ. ഭയങ്കര പറയും, എനിക്ക് അങ്ങോണം ഇങ്ങോണം എന്നൊക്കെ ഭയങ്കര ധൈര്യത്തോടു കൂടി പറയും. പക്ഷേ എനിക്ക് കേരളം വിട്ട് പോകാനൊക്കെ ഇപ്പോഴും ഭയങ്കര പേടിയാണ്. ഞാൻ പറയില്ല, ഗോവയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേങ്കിൽ ഞാൻ വേണമെങ്കിൽ തിരിഞ്ഞു വിടും, മംഗലാപുരം കഴിയുമ്പോഴേ പേടിച്ചു വിടും. കാണുന്ന ഗട്ട്സൊക്കെ ഉള്ളൂ. അങ്ങനെയല്ല, അങ്ങനെ യാത്ര പോകാനൊക്കെ പേടി. ആളിപ്പം, എൻ്റെ സിസ്റ്റർ ഇപ്പം പഞ്ചാബിൽ പോയേക്കാണ്. 10 ദിവസം നാളെ തീരും. ആൾ വന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ട് തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. പഞ്ചാബിലോട്ട് കോളേജിൽ നിന്ന് ടൂർ കൊണ്ടുപോയതാണ് കുട്ടികളെയൊക്കെ ആയിട്ട്. പിന്നെ എന്തുകൊണ്ടായിരിക്കാം എൻ്റെ സിസ്റ്റർക്ക് ജോലി കിട്ടാണ്ടായി പോയി എന്നാണ്. കാരണം ഒട്ടും പഠിക്കാത്ത കുട്ടികൾക്ക് ഇൻ്റർവ്യൂവിന് വരുമ്പോൾ ജോലി കിട്ടുന്നുണ്ട്, പക്ഷേ അവൾക്ക് കിട്ടുന്നില്ല. പിന്നെ എല്ലാവരും ജീവിച്ചോട്ടെ അല്ലേ, അതൊക്കെ കൊണ്ടായിരിക്കും. വേറെ എനിക്ക് തോന്നുന്ന ഒരു വിദ്യാഭ്യാസം ഉള്ളവർക്കല്ല, ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ചിലപ്പോൾ ലക്ക് പോലെ ഇരിക്കാം. പിന്നെ കഴിവുള്ളവർ ചിലപ്പം കിട്ടിയെന്നിരിക്കില്ല അല്ലേ, കഴിവില്ലാത്തവർക്ക് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കാം. എല്ലാം ലക്കാണ്. പക്ഷെ അവൾക്കതിൽ വിഷമമാണ് കേട്ടോ. ഞാൻ എപ്പോഴും പറയും, നീ എന്തിനാ വിഷമിക്കണേ, ദൈവം തരേണ്ടതാണെങ്കിൽ തരും. പിന്നെ അവളെ കോളേജ് ചിലപ്പം ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലായാൽ അത് ഭയങ്കര ലക്കല്ലേ. അപ്പോൾ ഇവർ സീനിയോറിറ്റി അനുസരിച്ച് അവൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ